ശ്രീതു വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആക്ച്വലി 2 ദിവസം മുന്നേ രേണു പുതിയൊരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ ഞാൻ അന്ന് തന്നെ കണ്ടു. പക്ഷെ എനിക്കത് വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയിപ്പോയി. പക്ഷേ അത് എന്തുകൊണ്ടും നന്നായി. കാരണം ആ ഒരു വീഡിയോനെ റിയാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കുറേ യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഇത്രയും ദിവസം വിഷം കുത്തി നിറച്ച് പത്തി വിടർത്തി നിന്ന പലരും ഈ ഒരു ഒറ്റ വീഡിയോ കണ്ട് പേടിച്ച് പിന്മാറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഓരോരുത്തരുടെയും വീഡിയോയിലോട്ട് പോകാം. എല്ലാവരുടെയും കാര്യം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നമുക്ക് ആദ്യം രേണു ആ ഒരു വീഡിയോയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇവരൊക്കെ പേടിച്ച് പിന്മാറാൻ വേണ്ടിയിട്ട് എന്താണ് ഉള്ളത് എന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ടിട്ട് വരാം ഗീസ്. പച്ചയ്ക്ക് അതുൽ എന്ന് പറയുന്ന അവനാണ് കിടന്ന് അതുല്, ഒരു കണ്ണാടി വെച്ചവൻ. അവനെ എന്താ, പിന്നെ കുറെ പെണ്ണുങ്ങളും ഉണ്ട്. അതൊക്കെ ഞാൻ വെറുതെ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വെച്ചാൽ അവരെ വ്യൂ കൂട്ടി അവർക്ക് കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ എന്നെ വിട്ടിട്ട്. ഈ അതുലെന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അവനാണെങ്കിൽ അവൻ എന്തൊക്കെയാ പറയുന്നത് അവൻ തന്നെ അറിയത്തില്ല, ചുമ്മാ പറയാണ്. എന്തൊക്കെയോ നേരത്തെ പരിചയമുള്ള എനിക്കൊന്നും അറിയത്തില്ല. ഇവനെയൊക്കെ ആർക്ക് പരിചയം എനിക്കറിയത്തില്ല. വ്ളോഗറാണ്, റിയാക്ഷൻ വീഡിയോ ഇടുന്നതാണ്. മാന്യം മര്യാദക്കൊക്കെ ഇടണ്ട, ഒരു കഴമ്പുള്ളതിലുണ്ട്. സുധിച്ചേട്ടനെ കൊന്ന് ബിഷപ്പുമായിട്ട് രേണു സുധിക്ക് ബന്ധം ഇവൻ ഇടുന്നതാ. ഇവനെയൊക്കെ എന്നാ ചെയ്യേണ്ടത്? മുമ്പ് എന്നെ കുറ്റിയടിച്ച് പൊട്ടിക്കുമല്ലേ വേണ്ടത് ഇവനെയൊക്കെ? ഇവന്റെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളെ പറ്റിയാണോ ഇവൻ ഈ പറയുന്നത്? എനിക്കറിയത്തില്ല രമ്യ. ഇത് ഒരു നിലയ്ക്കൊന്നും തോന്നുന്നില്ല. ഇവനെയൊക്കെ നിയമപരമായിട്ട് പോയാലേ പറ്റത്തുള്ളൂ. ഇനി എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അല്ല, അപ്പൊ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇപ്പൊ പേര് വരെ അറിയാം, ആളാരാന്ന് അറിയാം. അതുലെന്ന് പറയുന്ന ഒരുത്തനുണ്ടെന്ന്. ഞാനിതൊന്നും കാണത്തില്ല. പക്ഷെ ഇങ്ങനെ ഈ ഹെഡിങ് അയച്ചു തരും ആൾക്കാർ. എന്റെ വീട്ടുകാരെയാണ് ഇവൻ പറയുന്നത്. അല്ല, അപ്പൊ എന്തുകൊണ്ട് പോലീസും നമുക്ക് നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു ഇത് എന്തുകൊണ്ട് എടുത്തില്ല? കേടാ, ഒന്നാമത്തെ കാര്യം സമയമില്ല. പിന്നെ ഈ 2-3 ദിവസം വീട്ടുകാരെയും കൂടെ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ഇങ്ങനെ വിട്ടിട്ട്. കാരണം അതാ ഞാൻ ചോദിക്കുന്നത്, തുടക്കത്തിൽ ചോദിച്ച ആത്മഹത്യ ചെയ്യാനാണോ ഇവന്റെയൊക്കെ ഇഷ്ടം? എന്റെ ഫാമിലിയായിട്ട് ഫുള്ളായിട്ടൊരു എല്ലാവരും കൂടെ ഒരുമിച്ച് ആത്മഹത്യ ചെയ്താൽ തീരുന്ന പ്രശ്നമുള്ളൂ ഇവന്മാർക്ക്. ആ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തിനാണ് ഞാനായിട്ട് കളയുന്നത്? അതെങ്കിൽ ജീവിക്കാനുള്ളതല്ലേ. ഞാൻ ആത്മഹത്യ ചെയ്ത് അവർക്ക് ആരുണ്ട്? അപ്പനും ഇല്ല, അമ്മയില്ല. കുഞ്ഞുങ്ങളുടെ ലൈഫേ സ്പോയിലായി പോകത്തില്ല. 2 പേരുടെയാണ്, 2 എൻ്റെ മക്കളാണ്. ഒരു അപ്പനും ഇല്ല, അമ്മയും ഇല്ലാതാക്കായിട്ടാണ് ഇവന്മാർക്ക്. അതിനാണ് ഇവന്മാർ ഉദ്ദേശം. എനിക്കറിയത്തില്ല എന്താണ് ഇവന്മാർ ഉദ്ദേശം എന്നാന്ന് അറിയത്തില്ല. ഞാൻ ഇവന്മാരെ ആരെ ചെന്ന് തോന്നുന്നില്ല. അത് വല്ലാത്തൊരു തീക്കാത്തൊരു അവസ്ഥ. എന്റെ ദൈവമേ, സുധിച്ച. നമുക്കാദ്യം ഈ ഒരു വീഡിയോക്ക് താഴെ വന്ന 2 കമന്റ് വായിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആരംഭിക്കാം. ഈ പറഞ്ഞതൊന്നും അതുൽ ചേട്ടൻ പറഞ്ഞിട്ടില്ല. ഞാൻ പുള്ളിയുടെ വീഡിയോസ് കാണുന്നതാണ്. വീഡിയോസ് ഒന്നും കാണാതെ എന്തിനാണ് രേണു സുധി ഓരോന്ന് ഇറക്കുന്നത്? അപ്പോൾ ഈ ഒരു കമന്റിന് താഴെ വന്ന വേറൊരു കമന്റ് ഉണ്ടെന്ന് വായിക്കാവേ. ഈ ഒരു കമന്റിന് റിപ്ലൈ ആയിട്ട് വേറൊരാൾ കൊടുക്കുന്നതാണ്. കാവ്യശ്രീ ഒന്നുകൂടെ പോയി കാണൂ. ഒരു പാവത്തിനെ പറയുന്നതിന് ഭൂമിയിൽ അനുഭവിച്ചിട്ടേ പരലോകത്ത് പോകൂ. അപ്പോൾ കമന്റ് എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടല്ലോ? നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഈ ഒരു വീഡിയോയിൽ രേണു പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എത്ര സമയമില്ല എങ്കിലും ഇനി ഇവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇനി സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്താലെങ്കിലും ഇവരുടെ വായി അടങ്ങുമോ? വേണമെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ആത്മഹത്യ ചെയ്യാം. എൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാതെ ഇപ്പോഴും നിൽക്കുന്നത് എന്നാണ് രേണു വെളിപ്പെടുത്തുന്നത്. അത് ഒന്ന് നോക്കിയാൽ സത്യമാണ്. കാരണം പല ആരോപണങ്ങളും വരുമ്പോൾ ഞാൻ ഇതിന് മുന്നേറ്റ് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, രേണു ആയതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് നോർമലി ഒരു സ്ത്രീക്ക് ഒരിക്കലും ഇങ്ങനെ ഇവരുടെ മുന്നിൽ ഇങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് രേണു ഈ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. ഇത്രയും മാത്രമല്ല, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായ ഈ 2 കാര്യങ്ങളാണ്. ഈ ഒരു വീഡിയോ കണ്ടന്റ് ആക്കിക്കൊണ്ട് മറ്റു കുറച്ച് യൂട്യൂബേഴ്സിന്റെ വീഡിയോ കാണാനായിട്ട് ഇടയിൽ തീർന്നു. അതിൽ ഫസ്റ്റ് ഞാൻ കണ്ടത് അതുലാണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ഇനി ഞാൻ രേണുവിൻ്റെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യില്ല, ഞാനത് ഓൾറെഡി നിർത്തിയതാണ്. പിന്നെ ആരൊക്കെ വിളിച്ച് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നു, അതല്ലാതെ ഞാൻ ഇനി രേണുവിന് വേണ്ടി റിയാക്ഷൻ വീഡിയോ ചെയ്യില്ല എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു കട്ടിങ് ഞാനിവിടെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ വീഡിയോസ് ലെങ്തി ആവും, അതുകൊണ്ട് മാത്രം. അപ്പോൾ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. പിന്നെ അതിൽ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ എന്താ രേണു ബിഷപ്പുമായിട്ട് ബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് രേണു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും എടുത്തു വെച്ച് ന്യായീകരിക്കുന്നുണ്ട് അതുൽ എന്ന് പറയുന്ന വ്യക്തി. കൂടാതെ അതിൽ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇനി രേണുവിൻ്റെ വീഡിയോസ് ചെയ്യില്ല. കാരണം മറ്റൊന്നുമില്ല, നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് രേണു ഹൈപ്പിലോട്ട് പോകണ്ട, അതായത് ഇനിയും ഉയർന്ന പൊസിഷനിലോട്ട് പോകണ്ട എന്നുള്ളതാണ്. ഇതിൽ മാത്രം താങ്കളോട് ഞാൻ യോജിക്കുന്നു. മറ്റൊന്നുമല്ല, താങ്കൾ പറഞ്ഞതുപോലെ നിങ്ങളെപ്പോലുള്ള കുറേ നെഗറ്റീവ്സ് ഉള്ള റിയാക്ഷൻ വീഡിയോസ് കാരണമാണ്
രേണു ഇന്ന് നല്ല ഉയർന്ന സ്ഥലത്തിൽ നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ മേ ബി ബിഗ് ബോസിൽ എത്തിയത് കാരണം അത്രയും നെഗറ്റീവ് വന്നിട്ടും പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് 100%. അതിന് ഉള്ള ഒരു നീ പറഞ്ഞിട്ടുണ്ടല്ലോ 1% ക്രെഡിറ്റ് നിനക്കുള്ളതാണ്. ആ ഒരു ക്രെഡിറ്റ് തീർച്ചയായിട്ടും നിനക്കുള്ളത് തന്നെയാണ്. ചിലപ്പോൾ അതിൽ വിചാരിച്ചിട്ടുണ്ടാവും രേണു എങ്ങാനും ഇനി ആത്മഹത്യ ചെയ്യുകയാണ് എങ്കിൽ അവൻ പെടുമല്ലോ. അതുകൊണ്ടാണ് ഈ പറയുന്ന പത്തി മടക്കൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാൻ മതി. കാരണം ഞാൻ വേറെ ഏത് വ്ളോഗേഴ്സ് തോറ്റ് പിന്മാറുമെന്ന് വിചാരിച്ചാലും നീ പിന്മാറുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ വേറൊരു കാര്യം, അനീഷ് വ്ളോഗ്സ് ഉണ്ട്. അനീഷ് അവനും ഇതുപോലെ രേണുവിന് നെഗറ്റീവ് പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവൻ്റെ ചങ്കൂറ്റം അവ ഇന്നും കുറച്ച് എനിക്ക് ഒരു 2 മണിക്കൂർ മുന്നേയും രേണുവിനെ പറ്റി നെഗറ്റീവ് വീഡിയോ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. കണ്ടുപഠിക്ക് അതുൽ, ഇത്രയേ ഉള്ളൂ. മറ്റൊന്നല്ല, നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിന്നെ സപ്പോർട്ട് ചെയ്ത് ഹീറോ ആക്കുന്ന കുറേ പേരുണ്ടാകും, ഹീറോ ആക്കുന്ന. പക്ഷേ അതുപോലെ നിനക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവരും ഉണ്ട്. നിനക്കറിയില്ലെങ്കിൽ നിനക്കൊരു വട്ടപ്പേരുണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കൊതുകെന്നാണ്. കാരണം മനുഷ്യരുടെ ചോര കുടിക്കുന്നതാണല്ലോ, കൊതുകെന്നാണ് നിന്നെ നോർമലി എല്ലാവരും വിളിക്കുന്നത്. അത് ഒന്ന് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവർ ഇത്രയും നെഗറ്റീവ് ഇട്ടിട്ടും രേണു നല്ല ഉയരങ്ങളോട്ട് പോയി. പക്ഷെ രേണുവിന് കാരണം രേണുവിനെ ഒരു സ്ത്രീയെ പറയാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം ഇവരെല്ലാവരും കൂടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഇനി പറയാനായിട്ട് ഒന്നും ഇല്ല, അല്ലെങ്കിൽ കണ്ടന്റ് ഇനി ഇല്ല എന്ന് പറഞ്ഞ് കണ്ടന്റ് ദാരിദ്ര്യം കൊണ്ട് മടങ്ങുന്നതാണോ എന്ന് നമുക്കറിയില്ല ഗെയ്സ്. പിന്നെ വേറൊരു കാര്യം ഗെയ്സ്, ഇവരിനി നല്ല മനസ്സോടെ പിന്മാറിയതാണോ അതോ ഇനി രേണുവിനെ പറ്റി പറയാൻ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് പിന്മാറിയതാണോ എന്നറിയില്ല. കാരണം ഒരു സ്ത്രീയെ പറയേണ്ടതിൻ്റെ അങ്ങേയറ്റം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവരെല്ലാവരും. ഇനി പറയാനായിട്ട് ഒന്നുമില്ല. അവരുടെ ഹസ്ബൻഡിനെ പറഞ്ഞിട്ടുണ്ട്, എന്തോ ഹസ്ബൻഡ് മരിച്ചിട്ട് വേറെ അബോർഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം വന്നു കഴിഞ്ഞു, ഇനി പറയാനൊന്നുമില്ല. രേണുവിനെ വെച്ചിട്ട് ഇനി ഒരു കണ്ടന്റ് എടുക്കാൻ അവർക്കില്ല, അതുകൊണ്ട് ഉള്ളവർ പിന്മാറലായിരിക്കും. പിന്നെ നമ്മുടെ അതുലിനെ പോലെ അതേപോലെ കണ്ട് നമ്മുടെ വീഡിയോസ് ചെയ്യുന്ന കുറേ യൂട്യൂബ് ചാനൽ ഉണ്ട്, നമുക്കറിയാലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതിൽ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ലൂണ ടോക്സ് ആണ്. ഞാൻ ഓൾറെഡി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ലൂണ അല്ല, ലൂണ ടോക്സ് ആണ്, NUNA, നമുക്കങ്ങനെ വിളിക്കാം. അപ്പോൾ ഈ കുട്ടിയും സെയിം അതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഇനി നമ്മൾ രേണുവിനെ പറ്റി വീഡിയോസ് ഇടില്ല, കാരണം നിർത്തി, നമ്മൾ വീഡിയോസ് ഇട്ട് രേണുവിന് ഹൈപ്പ് കൊടുക്കണ്ട എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ അതൊന്നും അല്ല എന്നുള്ളതാണ്. പിന്നെ രേണു പറയുന്ന ഓരോ കാര്യങ്ങളും എടുത്തു വെച്ച് അതിനെ ന്യായീകരിക്കുന്നു. ഇത്രയും ദിവസം സംസാരിച്ച നിങ്ങളാണോ ഇന്നത്തെ വീഡിയോയിലുള്ളത്? എനിക്ക് നിങ്ങളോടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്തായാലും നൂണ ടോക്സിന്റെ ഒരു ചെറിയ ഭാഗം കണ്ടിട്ട് വരാം ഗേസ്. കുറിച്ച് ചെയ്യുന്ന അവസാന വീഡിയോ ആയിട്ട് എല്ലാരും കരുതുക. അപ്പോൾ ഇവരെന്ന് പറയുന്നത് ഒരു ഗ്യാങ് ആണ് ഗേസ്. ഒരാളെ അങ്ങേ അറ്റത്തോളം അറ്റാക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും മേ ബി ഇവരുടെ ലക്ഷ്യം. കാരണം എല്ലാവരും സംസാരിച്ച് ഒരേ സബ്ജക്റ്റ് എടുത്ത് ഒരാൾ സംസാരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും വീഡിയോസ് ഇടുന്നു. അല്ലാതെ ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ രേണുസുതി, ആ രേണുസുതിനെ വെച്ച് പല സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളെങ്കിലും ജസ്റ്റ് ഒരു വരിയെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ഇവർ പറയുന്നതെല്ലാം സെയിം ആണ്, അച്ചിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. പുതിയൊരു അവതാരം വന്നിട്ടുണ്ട് ഗേസ്. ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി ആ കുട്ടിയുടെ രേണുവിൻ്റെ നെഗറ്റീവ് വീഡിയോസ് ഞാൻ കണ്ടതാണ്. പക്ഷെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ ആ കുട്ടിയുടെ പുതിയ വീഡിയോ ആണ്, സെയിം ഈ ഒരു ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോ എടുത്ത് ഞാൻ റിയാക്ഷൻ ചെയ്യുന്നതിന് കാരണം മറ്റൊന്നുമല്ല, ആ ഒരു വീഡിയോയ്ക്ക് താഴെ നമ്മുടെ അതുൽ ചേട്ടൻ്റെ ഒരു ലവ്, ആ കുട്ടിക്ക് ഒരു ലവിൻ്റെ സിമ്പിൾ അതിനെ പിൻ ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവരെല്ലാം ചേർന്നുള്ള ഒരു ഒത്തുകളിയാണ് തീർച്ചയായിട്ടും ഇത് എന്നുള്ളത്. കാരണം ഈ കുട്ടീനെ സപ്പോർട്ട്, ഈ കുട്ടി ഇപ്പോൾ വന്നൊരു കുട്ടിയാണ്, നിങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല. അപ്പോൾ ആ ഒരു കുട്ടീനെ രേണുവിനെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ കയറി വരുവാണ്. അതിനെ സപ്പോർട്ട് ചെയ്ത് ഈ പറഞ്ഞ നമ്മുടെ അതുൽ വ്ളോഗ്സ് ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. പുതിയ അവതാരത്തിൻ്റെ ഒരു ചെറിയ പാർട്ട് ഒന്ന് കേട്ട് നോക്കാം. അതിന് എനിക്ക് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട്. അതുകൂടെ കൊടുത്തിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ കണ്ടു നോക്കാം. വിഷയം വേറൊന്നുമല്ല, നമ്മുടെ അതുൽ വ്ളോഗ്സും രേണുസുതി. അപ്പം അതിനെ കുറിച്ച് കുറച്ച് പരാമർശങ്ങൾ രേണുസുതി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് റിയാക്ട് ചെയ്യണം നോക്കി അതിനോട് റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം താല്പര്യമുള്ളവർ കാണുക. നഷ്ടമാണ് രമ്യ, നഷ്ടമാണ്. എത്ര പേര് ഈ വീഡിയോ കാണുന്ന എത്ര പേര് വിധവകളായ സ്ത്രീകളുണ്ട്. നിങ്ങൾക്ക് ഭർത്താക്കന്മാര് മരിച്ചിട്ട് ശേഷം ഇങ്ങനെ കേൾക്കുന്നവരാണോ? ആണോ? ഒന്ന് കമന്റ് ചെയ്യ്. അല്ലല്ലോ. എന്തുകൊണ്ട് രേണുസുതി ഇതിങ്ങനെ കേൾക്കേണ്ടി വന്നു? സ്വന്തം കയ്യിലിരിപ്പ് കാരണം, സ്വന്തമായിട്ടുള്ള കുന്തിളിപ്പ് കാരണമല്ല കേൾക്കേണ്ടി വന്നത്. വായിന്ന് വീഴുന്ന അത്രയും വർത്തമാനം, വായിന്ന് വീഴുന്ന എന്തൊക്കെ വീണിട്ടുണ്ടോ അതെല്ലാം പച്ചക്കള്ളം ഇരുന്ന് പറഞ്ഞത് കൊണ്ട് റിയാക്ട് ചെയ്തു.
ഇവരെ പോലെ ഒരു സ്ത്രീയെ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഭർത്താവ് മരിച്ച വിധവയായ രേണുസുതി മാത്രമല്ല കുട്ടി ഇത് കേൾക്കുന്നത്. എല്ലാ വിധവകളും അവരുടെ സമൂഹത്തിൽ കേൾക്കുന്ന ഒന്നാണ്. നല്ലൊരു ഡ്രസ്സ് ഇടാൻ പാടില്ല, ഒരു സ്ഥലത്ത് പോകാൻ പാടില്ല, പോയാൽ വേറെ ഇവനെ കണ്ടെന്നായി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഭർത്താവ് മരിച്ച പിന്നെ ആ ഏരിയയിലുള്ള എല്ലാവരുടെ അടിമയാണ് ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കാഴ്ചപ്പാടുള്ള നിന്നെയൊക്കെ നീക്ക് ഇതേ കാണിക്കുള്ളൂ, നീക്ക് ഇതേ പറയുള്ളൂ. പിന്നെ ഒരു കാര്യം, അത് നോർമലി നമ്മുടെ സമൂഹത്തിലുള്ളത്. ഈ രേണു എന്ന് പറയുന്ന വ്യക്തി സുധിച്ചേട്ടൻ ഓൾറെഡി ഫേമസ് ആയതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള കുറേ എണ്ണം സമൂഹത്തിൽ നിന്നും അവിടെയുള്ള കുറേ എണ്ണം നമ്മുടെ ഈ പറഞ്ഞ യൂട്യൂബ് വീഡിയോയിലൂടെയും അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ രേണുവിനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നീയൊക്കെ നിൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു വ്യക്തി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ ഉണ്ടാകുമ്പോൾ നിൻ്റെ വായിരിക്കുന്ന എന്തൊക്കെ കേൾക്കണം എന്നുള്ളത് ഈ ഒരു ഒറ്റ വാചകത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നീ പറയുന്നുണ്ടല്ലോ രേണു എന്ത് നന്മ ചെയ്തു, രേണു കാട്ടിക്കൂട്ടിയാണ്, രേണു ഇത് ചോദിച്ചു വാങ്ങിയതാണ്, രേണു കാരണമാണിത്. രേണു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ക്രൂശിക്കാൻ നിങ്ങൾ ആരാണ്? നീ ആരാണ്? ഒരു വ്യക്തിനെ നെഗറ്റീവ് പറയാൻ നീ ആരാണ്? ഒരാൾക്ക് ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, ഏത് ഡ്രസ്സ് ഇടണം, എന്ത് ചെയ്യണം, എന്ത് തൊഴിൽ ചെയ്യണം എന്നുള്ളത് അവരുടെ അവകാശമാണ്, അവരുടേതാണ്. അതിൽ ഒപ്പീനിയൻ പറയാൻ നീ ആരും അല്ല. ഞാൻ 1-2 പഴഞ്ചൊല്ലി നിനക്ക് വേണ്ടി പറയാം. ഒന്ന്, സ്വന്തം കണ്ണിലെ കരട് എടുത്തിട്ട് വേണം ബാക്കിയുള്ളവരുടെ കണ്ണിലെ കരട് ഉണ്ടോ എന്ന് നോക്കാൻ. അല്ല സ്വന്തമായിട്ട് കുരുട് വച്ചിട്ട് അടുത്തവൻ്റെ കണ്ണിൽ നിനക്ക് കാഴ്ചയുണ്ടോ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. ആദ്യം നിന്റെ ലൈഫിലുള്ള കാര്യം, നിന്റെ കുടുംബത്തിലുള്ള കാര്യം നീ ഒന്ന് ക്ലിയർ ചെയ്യും. അതിനുശേഷം വേറൊരാളെ പറയാൻ വാ. രണ്ടാമത്, മഞ്ഞപ്പിത്തമുള്ളവനെല്ലാം മഞ്ഞയായിട്ടേ കാണുള്ളൂ കുട്ടി. നീ അങ്ങനെ ആയതുകൊണ്ട് നിനക്ക് ചുറ്റുമുള്ള എല്ലാവരും അങ്ങനെയേ കാണുള്ളൂ. ഇനി രേണു അല്ല, രേണു പോയിട്ട് രേണുവിന് പറയാൻ വേറൊരു ആളെയാണ് ഈ പറഞ്ഞ എല്ലാവരും കൂടെ നെഗറ്റീവ് പറയുന്നതെന്ന് വിചാരിച്ചോ? നീയും അത് തന്നെ ചെയ്യുള്ളൂ, പഠിച്ചതേ പാടുള്ളൂ കേട്ടോ. അല്ലാതെ നിന്റെ ഈ വീഡിയോ കണ്ട് ഈ പറഞ്ഞ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റും എന്ന് നീ വിചാരിക്കുകയെന്ന് വേണ്ട. പിന്നെ വേറെ കാര്യം, നിനക്ക് എന്തായാലും അതിൻ്റെ ഒരു ലവ് കിട്ടിയില്ലേ, അതിലും വിചാരിച്ചാണ് ദൈവമേ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണെങ്കിലും എനിക്ക് കിട്ടിയല്ലോ എന്നുള്ളത്. കാരണം ഈ കുട്ടി പറയുന്നുണ്ട്, അതിൽ പറഞ്ഞതിൻ്റെ വിഷമമാണ് ഈ കുട്ടി ഇതിലങ്ങ് തീർത്തന്നെ. ഈ കുട്ടിയുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻറ്റോടെ വായിച്ച് കേൾക്കാം ഗൈസ്. അതുലിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ രേണുവിനെ കുറ്റം പറയുന്ന ഇവൾ പ്രണയമൂത്ത് പുറകെ നടക്കുകയാണ്. പക്ഷേ അതുൽ ഇവളെയൊന്നും പ്രേമിക്കുമെന്ന് തോന്നുന്നില്ല. അയ്യേ, കണ്ടാലും മതി. അപ്പോൾ ഇതാണ് ആ ഒരു കമൻ്റ് എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻ്റാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നോർമലി രേണുവിനെ പറ്റി സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇങ്ങനെ നമ്മുടെ എല്ലാവരും പത്തി മടക്കുമ്പോൾ അത് നിങ്ങളുടെ മുന്നിലോട്ട് ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ എത്തിക്കുക തന്നെ വേണം എന്നാണ് ഞാൻ വിചാരിച്ച് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, ഇവർ ഈ പത്തി മടക്കുന്നത് വീണ്ടും ഇതിന് ഇരട്ടിക്ക് വരാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് നമുക്കറിയില്ല, അതോ സൈലൻ്റായി പോകാനാണോ എന്നും അറിയില്ല. എന്തായാലും നമുക്കത് കണ്ട് തന്നെ അറിയണം. ഈ ഒരു വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.